ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഒരു സാക്ഷ്യം കൂടി പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മകൻ അനുവിന് അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ നല്ല വിക്കായിരുന്നു. ഒരു വാക്ക് സംസാരിക്കണമെങ്കിൽ സമയങ്ങളെടുക്കുമായിരുന്നു. അതിനാൽ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ക്ലാസ്സിലിത് കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഹാജർ പറയുവാൻ അവൻ്റെ കൂട്ടുകാരുടെ സഹായം അവന് വേണ്ടി വന്നു. കാരണം സ്പീഡിൽ നമ്പർ പറഞ്ഞു വരുമ്പോൾ അവന് പറയാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴും വീട്ടിൽ വന്ന് എന്നോട് സങ്കടം പറയും. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, കാരണം വിക്കിന് മരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ അറിയാവുന്നതാണെങ്കിൽ പോലും അവനത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പാടുപെട്ടു. ചില ടീച്ചേഴ്സ് ഇത് കാരണം അവനെ കളിയാക്കിയത് അവൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞാണ്. ഒരു ദിവസം പേരൻസിനെ വിളിച്ച് കൊണ്ടുവന്നിട്ട് മാത്രമേ ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. രായിച്ചാൻ സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് റൂമിൽ മറ്റ് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് സാർ പറഞ്ഞത് അവൻ EMS പോലെ എന്നോട് അഭിനയിച്ച് കാണിക്കുകയാണെന്ന്. അവൻ ജനനം മുതൽ അനുഭവിച്ച് വരുന്നതായ സംസാരിക്കാനുള്ളതായ ബുദ്ധിമുട്ട് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് എന്നെയും അവനെയും വല്ലാതെ ആക്ഷേപിച്ചു. ഞങ്ങൾ വളരെ വിഷമിച്ചാണ് അന്ന് ഭവനത്തിൽ വന്നത്. ചികിത്സ ലഭിക്കാത്ത ഒരു അസുഖം, ഇത് ദൈവത്താൽ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവകൃപയെന്ന് പറയട്ടെ, അവൻ്റെ നാവിൽ നിന്നും വിക്ക് പൂർണ്ണമായി മാറിപ്പോയി. അത് എന്നെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് അവൻ സംസാരിക്കുമ്പോൾ വിക്കില്ലല്ലോ എന്നുള്ളത്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഇന്ന് അവൻ ഒഴുക്കോടെ സംസാരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയരെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവനെ ശരണം പ്രാപിക്കുന്നവനെ അവൻ അറിയുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്നു. പരിഹാരം ലഭിക്കാത്ത ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ പരിഹാരം തരുന്നതായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ അവൻ പൂർണ്ണമായിട്ടും അതിന് പരിഹാരം കാണിച്ചു തരും. നീ എന്ത് വിഷയമാകട്ടെ. ഞാൻ അനേക സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബ് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. എത്രയെത്ര അനുഭവങ്ങൾ, മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമായി. ഇനിയും അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഒന്നൊന്നായിട്ട് പുറകെ പറയാം എന്ന് വിചാരിക്കുകയാണ്. ദൈവം വിക്കിനെ മാറ്റിത്തന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. മോശയോട് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. വിക്കിൻ്റെ കാര്യം ഒരുപക്ഷെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് കൊടുത്തത് ഞാൻ നിൻ്റെ നാവോട് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നാവോട് കൂടെ ഇരുന്ന ദൈവം ആ നാവിൽ ഉണ്ടായിരുന്നതായ വിക്ക് പൂർണ്ണമായിട്ടും മാറ്റിത്തന്ന് ഒഴുക്കോടെ സംസാരിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ ഈ ചെറിയ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ദൈവത്തിൽ വിശ്വസിക്കുക. പരിഹാരം ലഭിക്കാത്തതായ കാര്യങ്ങൾക്ക് പരിഹാരം ലഭിച്ചുകൊണ്ട് സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി ഈ ലോക ജീവിതം കഴിക്കാൻ ദൈവം കൃപ തരട്ടെ. എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.